ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ പൈനാപ്പിളിൻ്റെ സീസൺ അല്ലേ, അതുകൊണ്ട് ഞാനിന്ന് പൈനാപ്പിൾ വെച്ചിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് ഉണ്ടാക്കുന്നത്. പൈനാപ്പിൾ നാളികേരമൊക്കെ ചേർത്തിട്ട് ഫില്ലിങ് പോലെ വെച്ച് കൊടുക്കുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. എല്ലാവർക്കും വീട്ടിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. അപ്പോൾ ഞാൻ പൈനാപ്പിളൊക്കെ നന്നായിട്ട് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാനിതിൽ പൈനാപ്പിളിൻ്റെ നടുവിലുള്ള ഒരു ഭാഗം ഉണ്ടാവുള്ളൂ, നല്ലൊരു കട്ടിയുള്ള ഭാഗം, ആ ഭാഗം എടുത്തിട്ടില്ല, പുറമേ ഉള്ള ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ പൈനാപ്പിളിൻ്റെ സൈഡിൽ ഉണ്ടാവുന്ന ആ ഞാര് പോലെയുള്ള ഭാഗമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കളഞ്ഞിട്ടാണ് ഞാൻ ഇതെടുത്തിരിക്കുന്നത്. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് ഞാനിപ്പോൾ ഒരു ചെറു തീയിൽ ഇട്ടിട്ട് പഞ്ചസാര ചേർത്തൊന്ന് വഴറ്റിയെടുക്കുകയാണ്. നന്നായി വാടി വരുന്നത് വരെ നമുക്കിത് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പം ഇത് ഒരു വലിയ പൈനാപ്പിളിന്റെ പകുതി ഭാഗം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ, മുഴുവനായിട്ട് എടുത്തിട്ടില്ല. ഇനി ഇതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പൈനാപ്പിളിന്റെ മധുരം കൂടി നോക്കിയിട്ട് വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ. നിങ്ങൾ എടുക്കുന്ന പൈനാപ്പിൾ നല്ല പഴുത്ത് നല്ല മധുരമുള്ള പൈനാപ്പിൾ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മധുരത്തിന്റെ അളവ് കുറയ്ക്കാം കേട്ടോ. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇതൊന്നും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ പൈനാപ്പിൾ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി പൈനാപ്പിളിനുള്ളിലുള്ള വെള്ളം ഒന്ന് ഇറങ്ങി വരും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പഞ്ചസാര ചേർത്തിട്ടുള്ളത് കൊണ്ട് ആ പഞ്ചസാരയും മലിഞ്ഞ് വെള്ളമായിട്ട് വരും. അപ്പോൾ ആ വെള്ളമൊക്കെ വറ്റി നന്നായിട്ടൊന്ന് ഒരു പേസ്റ്റ് പോലെ ആവണ വരെ പൈനാപ്പിൾ നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ആ ഉള്ളിൽ ആ കട്ടിയുള്ള ഭാഗം ചേർക്കാനിത്. അത് വെന്ത് വരാനായിട്ട് കുറേ നേരം പിടിക്കും. അതുപോലെ തന്നെ അത് നമ്മൾക്ക് അങ്ങനെ കഴിക്കാൻ അത്ര വലിയ രസം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ പുറമേയുള്ള ആ ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി ആണെന്നുണ്ടെങ്കിൽ ഒരു മുഴുവൻ പൈനാപ്പിൾ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. ഇത് നന്നായിട്ട് വാടി വരട്ടെ. ഈ പൈനാപ്പിളിലെ വെള്ളവും പഞ്ചസാര അരിഞ്ഞ വെള്ളമൊക്കെ കൂടി ചേർന്ന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇത് ഈ വെള്ളം മുഴുവൻ നന്നായി വറ്റണം കേട്ടോ. അതായത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ പൈനാപ്പിൾ ഞാൻ അവിടെ വേവിക്കാൻ വെച്ചിട്ട് ആ സമയം കൊണ്ട് നമുക്ക് മൈദയുടെ ബാറ്റർ റെഡിയാക്കാം. ഞാനിത് ഒരു 1.5 കപ്പ് മൈദ അളന്ന് വെച്ചേക്കാണ്. പിന്നെ ഇതിലേക്ക് ചേർക്കാനുള്ളത് ഒരു കോഴിമുട്ടയാണ്. നമുക്ക് ഈ ഒരു കോഴിമുട്ട നമുക്ക് ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഒരുപാട് ഉപ്പ് ചേർക്കണ്ട, കാരണം നമ്മുടെ ഫില്ലിങ് നല്ല മധുരമുള്ളതല്ലേ. അപ്പോൾ നമ്മൾ മൈദയുടെ ബാറ്റർ വല്ലാണ്ട് ഉപ്പ് ചേർത്ത് ഉണ്ടാക്കണ്ട, കുറച്ച് ചേർത്താൽ മതി. എന്നിട്ട് ഇത് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കലക്കി എടുക്കാം. ആദ്യം ഞാൻ ഈ മുട്ട ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. മുട്ട നന്നായി മിക്സ് ചെയ്ത് വരുമ്പോൾ നമുക്ക് വെള്ളം ചേർക്കാം. ഞാനിത് 2 കപ്പ് വെള്ളം അളന്ന് വെച്ചിട്ടുണ്ട്. എന്തോരം വെള്ളം വേണമെന്ന് ഞാനിത് ഒഴിച്ച് കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. കുറേശ്ശെ വെള്ളം ഒഴിച്ച് കലക്കിയെടുക്കാൻ നോക്കാം എപ്പോഴായാലും. കാരണം ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീണ്ടും പൊടിയുടെ അളവ് കൂട്ടേണ്ടി വരും. അപ്പോൾ പിന്നെ അത് ബുദ്ധിമുട്ടാണ്. അത് കാരണം കൊണ്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കലക്കിയെടുക്കുക. പിന്നെ ഈ ബാറ്റർ വല്ലാണ്ട് ലൂസായി പോകും വേണ്ട, നമുക്ക് കുറച്ച് തിക്കായിട്ടുള്ള ബാറ്ററാണ് വേണ്ടത്. പിന്നെ നമ്മളിതിൽ ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുന്നത് പൈനാപ്പിളും തേങ്ങയൊക്കെ ചേർത്തിട്ടുള്ള നല്ല മധുരമുള്ള ഫില്ലിംഗ് അല്ലേ. അപ്പോൾ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ സ്കൂൾ വിട്ട് വരുന്ന സമയങ്ങളിൽ കുട്ടികൾക്ക് ഇങ്ങനത്തെ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള പലഹാരമൊന്നും അല്ല, അതുപോലെ തന്നെ നല്ല ഹെൽത്തിയാണ്. അപ്പം മൈദയുടെ ബാറ്റർ ഞാൻ നന്നായി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലത് തരികളൊന്നും ഇല്ലാതെ നന്നായിട്ട് കലക്കിയെടുക്കുക. പിന്നെ വെള്ളത്തിൻ്റെ അളവ് പറയാനാണെങ്കിൽ ഞാൻ 2 കപ്പ് അളന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 1 കപ്പേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇപ്പോൾ പൈനാപ്പിളിൽ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്, കുറച്ച് വെള്ളം കൂടി ഉണ്ട്. പക്ഷെ അത് നമ്മൾ നാളികേരം കൂടി ഇട്ട് വരുമ്പോൾ ഒന്ന് കറക്റ്റ് പാകമായിട്ട് കിട്ടും. ഇപ്പോൾ കണ്ടാൽ തന്നെ അറിയാം പൈനാപ്പിളിലെ പീസുകളെല്ലാം നന്നായിട്ട് കാരമലൈസ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/2 മുറി തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇതിൽ ഓൾറെഡി പൈനാപ്പിളിൻ്റെ മധുരം ഉണ്ടാവും, അതുപോലെ തന്നെ നമ്മൾ പഞ്ചസാരയും ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ നല്ല മധുരത്തിലുള്ള ഫില്ലിംഗ് ആയിരിക്കും കേട്ടോ അതിന്. ഇത്രയും മതി. നാളികേരം ഒന്ന് മിക്സ് ആയിട്ട് ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായ പൊടിച്ചത് വേണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ ചേർക്കണമൊന്നുമില്ല, ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം. അപ്പം ഞാനിത് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ദോശ പരത്താൻ വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾക്ക് ഈ മൈദയുടെ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് ദോശ പരത്തുന്ന പോലെ നന്നായി കനം കുറച്ചിട്ട് പരത്തിയെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ് വെച്ചു കൊടുക്കാം. ഈ ഫില്ലിങ് നമ്മൾ ഈ ദോശയുടെ ഏകദേശം ഒരു നടുഭാഗത്തിന് ശേഷമായിട്ട് വരുന്ന രീതിയിൽ ഫില്ലിങ് വെച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് ഫോൾഡ് ചെയ്ത് എടുക്കണം കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും ഫില്ലിങ് വെക്കുക. എന്നിട്ട് ഒരറ്റത്തുനിന്ന് ഇതുപോലെ മടക്കി തുടങ്ങാം. ആദ്യം തന്നെ നമ്മൾ 2 സൈഡ് ലോക്ക് ചെയ്തിട്ട് വേണം മടക്കാനായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ റോൾ ചെയ്ത് മടക്കുകയാണെന്നുണ്ടെങ്കിൽ ഉള്ളിൽ വെച്ചിരിക്കുന്ന ഫില്ലിംഗ് ഒക്കെ പുറത്തേക്ക് പോകും. സാധാരണയായിട്ട് ഈ ഇതുപോലെയുള്ള ചുരുളുകൾ നമ്മൾ തേങ്ങയുടെ ഫില്ലിങ് മാത്രം വെച്ചിട്ടാണ് റെഡിയാക്കാറുള്ളത്. അതിന് പല സ്ഥലത്തും പല പേരിലാണ് അറിയപ്പെടാറ്. ചിലയിടത്ത് മുട്ടച്ചുരുൾ എന്ന് പറയും, ചിലയിടത്ത് ഏലാഞ്ചി എന്നൊക്കെ പറഞ്ഞുള്ള പേരിലൊക്കെ അറിയപ്പെടാറുണ്ട്. ഞാനിപ്പോൾ ഇതൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് പൈനാപ്പിളും കൂടി ചേർത്തിട്ട് തേങ്ങ ഫില്ലിങ് റെഡിയാക്കിയിട്ട് വെച്ച് നോക്കി. അപ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടമായി. അതുകൊണ്ട് ഞാനത് നിങ്ങൾക്കും ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള ഫില്ലിങ്ങും ചെയ്യാം കേട്ടോ. നേന്ത്രപ്പഴമാണെന്നുണ്ടെങ്കിൽ പൈനാപ്പിളിൻ്റെ പോലെയല്ല, അത് നെയ്യ് ചേർത്തിട്ട് വഴറ്റിയെടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. എന്നിട്ട് ഇതുപോലെ നാളികേരം കൂടി ചേർത്തിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അതുപോലെ നമ്മൾ പൈനാപ്പിളിൽ നമ്മൾ പഞ്ചസാര ചേർത്തിട്ടാണല്ലോ വഴറ്റിയെടുത്തത്. അതുപോലെ നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ശർക്കര ചേർത്ത് വഴറ്റിയെടുക്കുന്നതായിരിക്കും കൂടുതലും നല്ലത്. അപ്പം നിങ്ങൾ അങ്ങനെയും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞോളൂ. നമ്മുടെ ഈ ദോശ വല്ലാണ്ട് ചുമക്കുന്നത് വരെ ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കണം എന്നൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് മൈദ ഒന്ന് വെന്ത് വരുന്ന ആ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, അത്രയും മതി. അപ്പോൾ നമുക്കിത് ഇങ്ങനെ എടുക്കാം. അതുപോലെ തന്നെ ഈ റോൾ ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് നേരത്തേക്ക് തിരിച്ചും മറിച്ചിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ അതൊന്ന് സെറ്റായി കിട്ടും. അങ്ങനെ നമ്മുടെ റോളുകളെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. ഇന്ന് തന്നെ എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവരും ഷെയർ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.